relook on our working and try to create an excellence should be a basic part of the any organization. അതിനുവേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എപ്പോഴും വർക്ക് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സയൻറ്റിഫിക് ഫീൽഡിൽ നടക്കുന്നത് പോലെ തന്നെ there should be always a research and development in every organization which will always look to reduce the expenses, increase the productivity, and always redefine the way in which you work, even with the help of the AI today, which is available, robotics or anything like that, without creating a job, depletion in the job. Create jobs, but at the same time reduce the cost of making one unit of product, so that you will increase always the profit, and you will continue to think about how to reinvent your processes, your procedures, and that will ultimately end up in a higher profits, and investors will get a higher return also. ഒളിമ്പിക്സിലാണെങ്കിൽ എല്ലായ്പ്പോഴും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവർ പാർ എക്സലൻസ് ആകണമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരുന്നത് കൊണ്ടാണ്. അവരതിനുവേണ്ടി ട്രെയിൻ ചെയ്യുകയാണ്. ഡെയിലി അതിനുള്ള പുതിയ സ്ട്രാറ്റജികൾ, പുതിയ മെത്തേഡ്സ്, പുതിയ ടെക്നിക്സൊക്കെ ഉപയോഗിച്ച് അവർ തന്നെ എല്ലാ ഒളിമ്പിക്സിലും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യാറുണ്ട്. നമ്മൾ ഹ്യൂമൻ ലിമിറ്റേഷനാണ് തോന്നാം, എന്നാൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന് ലിമിറ്റേഷൻ ഇല്ല. അതാണ് അതിൻ്റെ സത്യം. സോ we have to continue to think strategically, innovatively, and every major units or industries or സ്ഥാപനങ്ങൾക്ക് ഓർഗനൈസേഷന് ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഇൻവെൻറ്റിങ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാകണം. അത് ഒന്നോ രണ്ടോ പേരായാലും എപ്പോഴും അവർ ഒരു ഇന്നോവേറ്റീവ് സ്പേസിലേക്ക് പോയിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ആ സ്ഥാപനം കുറേ കഴിയുമ്പോൾ ഒബ്സലീറ്റ് ആവും. അവർക്ക് വളരാനായിട്ട് സാധിക്കുകയില്ല. കൺട്രി ആയാലും സ്റ്റേറ്റ് ആയാലും ഒരു ഫാമിലി ആണെങ്കിൽ പോലും അങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം.